സോ ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ പാത്ത് IAS ഏവർക്കും സ്വാഗതം. ഞാൻ സുജിത്ത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ സബ്ജക്റ്റ്, നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഇത് ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർ കുറേ ആളുകൾ വേരിയസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഡിഗ്രിക്ക് തന്നെ ആർട്സ് സബ്ജക്റ്റ് പഠിച്ച ആളുകളായിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ പഠിച്ച ആളുകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്നും, നമ്മൾ ഈ എക്സാമിലേക്ക് ഈ സബ്ജക്റ്റിനെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടതെന്നും, നമ്മൾ എന്തെല്ലാം സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടതെന്നും മുൻകൂട്ടി അറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ സബ്ജക്റ്റിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യാമെന്നും, ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നും, ഈ സബ്ജക്റ്റിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം. Let's start the session. First of all, നമ്മൾ ഏതൊരു എക്സാമിൻ്റെയും സിവിൽ സർവീസിൻ്റെ എന്നല്ല, ഏതൊരു എക്സാമിൻ്റെയും ഇനീഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈബിൾ എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ സിലബസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ആ മത്സര പരീക്ഷയിൽ ഇതുവരെ ചോദിച്ചിരിക്കുന്ന മുൻകാല ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ബോഡി എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഗ്രൂപ്പ് എ സർവീസുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർവീസുകളിലേക്ക്, പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് ഇന്ത്യയുടെ സ്റ്റീൽ ഫ്രെയിമായ സിവിൽ സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടേണ്ട വ്യക്തികളാണ് നാളെ നിങ്ങൾ. അപ്പോൾ അതിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്? ജസ്റ്റ് ഫോർ എ ക്ലറിക്കൽ ജോബിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന പരീക്ഷയല്ല. സ്വാഭാവികമായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഫിൽട്ടർ ചെയ്ത് അഡ്മിനിസ്ട്രേറ്ററെ റിക്രൂട്ട് ചെയ്യുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മളോട്, ഈ പരീക്ഷ നടത്തുന്ന ബോഡി ആയിട്ടുള്ള UPSC നമ്മളോട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടൂൾസിലൂടെയാണ്. ഒന്ന്, അവർ വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ഈ എക്സാമിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലിയർ കട്ടായിട്ടുള്ള സിലബസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. പ്രിലിംസിന് ചെറിയൊരു വേഗ് ആയിട്ടുള്ള ഒരു മോഡേൺ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ പോലും മെയിൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ 3 ഘട്ടമാണ്. നിങ്ങൾക്കറിയാം, സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത് 3 ഘട്ടങ്ങളിലാണ്. ആദ്യത്തെ പ്രാഥമിക പരീക്ഷയെ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ മെയിൻസ് എഴുത്ത് പരീക്ഷയാണ്, 9 പേപ്പറുകൾ അടങ്ങിയ ഒരു ആഴ്ച നീളുന്ന പരീക്ഷയാണ്. മൂന്നാമത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്ന ഇൻ്റർവ്യൂ. അപ്പോൾ ഈ 3 പ്രോസസ്സുകളിലും ഫിൽട്ടർ ചെയ്ത് അവസാനം വരുന്ന ആളുകളാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ദ ഹോളി PDF കയറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ പഠിക്കുന്ന അതിനെക്കുറിച്ച് നമുക്ക് അറിയുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, നമ്മൾ എക്സാമിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ തന്നെ ആ സിലബസ് നമ്മളോട് ഈ പരീക്ഷ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ UPSC എന്ന് പറയുന്ന ഈ സോ കോൾഡ് ബോഡി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, സിലബസ്, വ്യക്തമായിട്ടുള്ളൊരു സിലബസ് ഈ സബ്ജക്റ്റിനല്ല, എല്ലാ സബ്ജക്റ്റുകൾക്കും എന്ത് ചെയ്യുന്നു, UPSC പ്രൊവൈഡ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഏത് തരം, ഈ സബ്ജക്റ്റിലെ ഈ ടോപ്പിക്കുകളിൽ നിന്നും ഏത് തരം ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യങ്ങളും വരുന്നത്. ഓക്കെ, പലപ്പോഴും UPSC അൺപ്രഡിക്റ്റബിൾ സർവീസ് കമ്മീഷൻ എന്നും പറയാറുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് each and every year പാറ്റേൺ ബ്രേക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ്. ദീസ് 2 things are very important coming to our exam. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിലബസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, മെയിൻസ് സിലബസ് ആണ് നമ്മുടെ കയ്യിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മുന്നിലുള്ളത്. അപ്പം നമ്മൾ ഡീൽ ചെയ്യുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആയതുകൊണ്ട് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ബുള്ളറ്റ് പോയിന്റ്സിൽ ഈ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എന്താണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി? ദ സിഗ്നിഫിക്കൻറ്റ് ഇവന്റ്സ്, ഇഷ്യൂസ്, പേഴ്സണാലിറ്റീസ് ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് 18th century അൺടിൽ ദ പ്രസന്റ് എന്നാണ് പറയുന്നത്. മിഡിൽ ഓഫ് 18th century എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലെല്ലാം പഠിച്ച സബ്ജക്റ്റ് തന്നെയാണ്. പുതിയതായിട്ട് എല്ലാവർക്കും ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയാതിരിക്കാനുള്ള വഴിയൊന്നുമില്ല. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 1750-കൾ, മിഡ് ഓഫ് 18th century എന്നാണ് പറയുന്നത്. 18th century എന്ന് പറയുമ്പോൾ എന്താ വരിക, 1700 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 18th century എന്ന് പറയുന്നത്.
അപ്പൊ മിഡ് ഓഫ് 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1750-കൾ മുതലാണ് പ്രധാനമായിട്ടും ഈ ഏരിയ നമ്മളോട് എന്ത് ചെയ്യുന്നത്, പഠന വിഷയമാക്കാനായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ 1750s മുതലാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ലിറ്റിൽ ബിറ്റ് ഏർലി, അതായത് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക് മുതലേ തന്നെ ഈ സബ്ജക്ട് തുടങ്ങും. എങ്കിൽ പോലും നമ്മൾ പ്രധാനപ്പെട്ട ഫോക്കസ് കൊടുക്കുന്നത് എന്താണ്, 1750കളാണ്. അപ്പൊ ഈ എന്താണ് ഈ 1750കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്കറിയാം 200 വർഷത്തോളം കാലം ബ്രിട്ടീഷ് ആധിപത്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, ഏകദേശം 200 ഇയേഴ്സോളം. അപ്പോൾ അതിൻ്റെ വരുംവരായകളൊക്കെ തന്നെ നമ്മൾ പഠിക്കും ഈ സബ്ജക്റ്റിൽ തന്നെ. അപ്പോൾ ഈ 1750കളിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സ്ഥലത്ത്, അതായത് നമ്മുടെ കൺട്രിയിലേക്ക് വന്ന, ഇന്ത്യയിലോട്ട് വന്ന കച്ചവടക്കാരായിട്ടുള്ള യൂറോപ്യൻ ശക്തികൾ, എസ്പെഷ്യലി ബ്രിട്ടീഷിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ബ്രിട്ടീഷുകാരെന്തായി, അവർക്കൊരു ട്രാൻസിഷണൽ സ്റ്റേജ് ആണ്. ആദ്യം വന്ന കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ഒരു ട്രേഡേഴ്സ് എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ നിന്നും ടെറിട്ടോറിയൽ പവർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് ട്രാൻസിഷൻ സ്റ്റേജ് ആണത്. ഹിസ്റ്ററിയിലെ തന്നെ ഒരു പ്രത്യേകതരം ടേണിംഗ് പോയിന്റ് ആണ് ഈ 1750s എന്ന് പറയുന്നത്. 1757 ഒരു പ്ലാസി യുദ്ധം നമ്മൾ പഠിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റാറ്റസിൽ വലിയൊരു ചേഞ്ച് എന്ത് ചെയ്യുന്നത് വരുന്നത്. കച്ചവടത്തിനായി വന്ന ആളുകൾ, ഒരു കൂട്ടം മെർച്ചൻസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് എന്ത് സ്റ്റാറ്റസിലേക്ക് ഉയരുന്നു, ടെറിട്ടോറിയൽ പവർ, അതായത് ഈ ടെറിട്ടറിയുടെ ആധിപത്യം എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു, ടെറിട്ടറിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സോ അപ്പൊ അതാണ് ആ സമയത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട ഇവന്റുകൾ. എന്താണ് ഇവന്റ് എന്ന് പറയുന്നത്? എന്താണ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വാർ ആയിക്കോട്ടെ, ഇപ്പൊ ബാറ്റിൽ ഓഫ് പ്ലാസി ആണ് നമ്മൾ എടുക്കുന്നതെന്ന് പറയാം. ഇറ്റ്സ് എ വാർ. ഹിസ്റ്ററിയിൽ നമ്മൾ വാറുകൾ കുറെ പഠിക്കും. പ്ലാസി യുദ്ധം 1757 ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതൊരു ഇവന്റ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്? ഇഷ്യൂസ്. ഓക്കെ, ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇപ്പൊ റിലീജിയസ് പോളിസി ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നത് യൂറോപ്യൻ എക്കണോമിക് പവർ ആണ്. സോ സ്വാഭാവികമായിട്ട് അതിന്റെ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള പല തരം ഇൻസ്ട്രക്ഷൻസും പല ആക്ടുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ റിലീജിയസ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഇഷ്യൂസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ്, ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ആൻഡ് ലീഗൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അങ്ങനെ കുറേ അധികം എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും പല ഡൈമെൻഷനുകളിലും പഠിക്കുന്ന ഒരേ ടോപ്പിക്കിൽ തന്നെ പല ഇഷ്യൂസ്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, അതുകൊണ്ടുണ്ടാവുന്ന എന്തൊക്കെയാണ് റിപ്പർക്കഷൻസ്, അതിന്റെ ചലനങ്ങൾ എന്തൊക്കെയാണ്, ശേഷം ആ സംഭവത്തിന് ശേഷം നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്യൂസിൽ പഠിക്കുക. പിന്നെ ചരിത്രം, പിന്നീട് നമ്മൾ എന്താണ് ഈ സിലബസിൽ കാണുന്നത്, പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം പേഴ്സണാലിറ്റികൾ, വ്യക്തിത്വങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അത് ഇന്ത്യക്കാരാവാം, ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരാവാം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളും ഫേവറേറ്റ് ഏരിയ ഓഫ് UPSC ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്? എന്താണ്, ആദ്യം സിലബസിനെ നമ്മൾ ഡീകോഡ് ചെയ്യും, ശേഷം നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ കുറിച്ച് പഠിക്കും. എന്നാൽ മാത്രമാണ് സബ്ജക്റ്റ് എന്താണ് നേച്ചർ എന്ന് നമുക്ക് ജസ്റ്റ് അറിയുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അപ്രോച്ച് എടുത്ത് മുന്നോട്ട് ഈ സബ്ജക്റ്റിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ 1750s പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വ്യക്തിത്വങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ 1857 റിവോൾട്ടിൽ നമുക്ക് കുറേ ലീഡേഴ്സ് ഉണ്ട്. ഇപ്പൊ നാനാ സാഹേബ്, അല്ലെങ്കിൽ റാണി ലക്ഷ്മിബായ്, അല്ലെങ്കിൽ താന്തിയ തോപ്പെ, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ 1857 റിവോൾട്ടിൽ തോളോട് തോൾ ചേർന്ന് എന്ത് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഓൾ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. നമ്മൾ അവരെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ അവരെ അഭിമാനമായിട്ട് ചേർത്ത് വെക്കാറുണ്ട്. കാരണം നമ്മുടെ ദേശീയതയുടെ ഭാഗമായിട്ടുള്ള, ദേശീയ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ, അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. അപ്പൊ അത്തരം പേഴ്സണാലിറ്റീസിനെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഏരിയയിൽ നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, കൃത്യമായി UPSC സിലബസിൽ എന്ത് ചെയ്യുന്നു പറയുന്നത്, സിഗ്നിഫിക്കന്റ് ഇവന്റ്സ്, ദാറ്റ് മീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ്, ഈ കാലഘട്ടത്തിൽ നടന്ന ഇഷ്യൂസ്, എന്തെല്ലാം ഇഷ്യൂസ് ആണ് അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും അല്ല അതിന് മുന്നേ നടന്നതെന്നും, പോളിസികളിൽ, ബ്രിട്ടീഷ് പോളിസികളിൽ വന്നിരിക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും, അതേപോലെ തന്നെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ്, വെദർ ഇറ്റ് മേ ബി എ ബ്രിട്ടീഷ് പേഴ്സണാലിറ്റി ഓർ എൽസ് എൻ യൂറോപ്യൻ, വാട്ട് എവർ മേ ബി, ഓർ എൽസ് എൻ ഇന്ത്യൻ, ഹൂഎവർ മേ ബി. സോ അതെന്താണ്, അതെല്ലാം ഇതിൽ വരും. അത് ഏത് കാലഘട്ടത്തിലാണ്, 1750കളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്, ഒരു ബ്ലോക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് UPSC പറയുന്നത്. ഓക്കെ, സോ ഇത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സിലബസ്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങൾ നോക്കുക.
നെക്സ്റ്റ് സ്റ്റേജ് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഡിഫറെന്റ് സ്റ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദി കൺട്രി ഇൻ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഈ ഫ്രീഡം സ്ട്രഗിളിൽ എന്താണ് ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് സ്വിച്ച് ആയി? 1750-കൾ 1750s മുതൽ 1857 വരെ എന്തായി? ഒരു ഫേസ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. ഒരു ഫേസ്, അത് 1857 റിവോൾട്ട് വരെ ഒരു ഫേസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. അതിനുശേഷം 1857 മുതൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ദേശീയ പ്രസ്ഥാനങ്ങൾ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു വളർച്ച, ഒരു ഗ്രോത്ത് ആണ് എന്ത് ചെയ്യുന്നത്? ഈ റിവോൾട്ടുകളിൽ നിന്ന്, സാധാരണ ഒരു റിവോൾട്ടിൽ നിന്നും നമ്മൾ എന്താണ്, നമ്മുടെ നാഷണൽ മൂവ്മെന്റ് ആണ് ഇവോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനെ ഫ്രെയിം ചെയ്യുന്ന ചരിത്ര കാലഘട്ടമാണ് എന്ത്? 1857 മുതൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വരെ. അപ്പൊ ഈ ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റ്സ്. സോ നാഷണൽ മൂവ്മെന്റ്സ് പ്രധാനമായിട്ട് UPSC ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 1857 മുതൽ 1957 വരെയുള്ള ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രധാനമായിട്ട് UPSC നമ്മളോട് പഠിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ തന്നെ എന്താണ് പറയുന്നത്? ഡിഫറെന്റ് സ്റ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറയുന്നു. ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗാന്ധിയൻ ഫേസ്, അപ്പോൾ നമ്മൾ ഓരോ നാഷണൽ മൂവ്മെന്റിന്റെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? 1857 മുതൽ 1947 വരെയുള്ള പീരീഡാണ്. സോ അപ്പോൾ ഡിഫറെന്റ് ഫേസസ് എന്ന് പറയുമ്പോൾ ഇപ്പോ 1885 എന്ത് ചെയ്യുന്നു? ഒരു ഏർലി കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോർമേഷൻ എന്ന് പറയുന്നത് നാഷണൽ മൂവ്മെന്റിന്റെ അപേക്ഷിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഒരു ഫേസ് ആണ്. ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ നാഷണൽ മൂവ്മെന്റിനെ നമ്മൾ അടുക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫേസ് എന്ത് ചെയ്യാണ്? ഇതിലൂടെ തുടങ്ങുകയാണ്. അന്ന് വരെ ഇന്ത്യ ഒട്ടാകെ ഇന്ത്യയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ദേശീയ പ്രസ്ഥാനമൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് 1885 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവികൊള്ളുന്നത്. സോ ആ പീരീഡിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഫേസ് എന്ന് പറയാം. അതിനുശേഷം 1905 ഒരു എക്സ്ട്രീമിസ്റ്റ് ഫേസിലേക്ക് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നു? കടക്കുന്നു. ഒരു എക്സ്ട്രീമിസ്റ്റ് ഫേസ്, ഒരു തീവ്ര ദേശീയവാദത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കടക്കുന്ന ഒരു ഫേസ് ആണ് 1905 മുതൽ 1908 വരെ. ശേഷം പിന്നീട് 1915 എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു എന്താണ്? ഒരു അറൈവൽ ഓഫ് ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിയൻ ഫേസ് എന്ത് ചെയ്യാണ്? അവിടുന്ന് തുടങ്ങുകയാണ്. ഓക്കെ, സോ ഗാന്ധിയൻ ഫേസ്, ഗാന്ധിയുടെ കാലഘട്ടം. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ബാരിസ്റ്റർ കോഴ്സ് എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കി എന്ത് ചെയ്യുന്നു? സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആ ദിവസം അല്ലെങ്കിൽ ആ സമയത്തെ നമ്മൾ എന്താ പറയുന്നത്? 1915 എന്ത് ചെയ്യുന്നത്? അറൈവൽ ഓഫ് ഗാന്ധി ഇൻ ടു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. അതിനെ നമ്മൾ ഇന്ന് പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഘോഷിക്കുന്നത്. അപ്പൊ അതൊരു ഫേസ് ആണ്. അപ്പൊ ഇതേപോലെ റവല്യൂഷണറി ഫേസ് ഉണ്ട്. 1920കളിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പിറവി എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ സജീവമായിട്ട് എന്ത് ചെയ്യുന്നു? വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഉടലെടുക്കുന്നു. സോ 1920 മുതൽ 1930 കാലഘട്ടം വരെയും റവല്യൂഷണറി ഫേസ് ആണ്. റവല്യൂഷണറി ഫേസ്, വിപ്ലവകാരികൾ തുടങ്ങിവെച്ച കുറെ അധികം വിപ്ലവ സംഘടനകളുടെ കുറെ അധികം അസോസിയേഷൻസ് അല്ലെങ്കിൽ ഫേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1930കളിൽ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അതേപോലെ 1947 എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ നാഷണൽ മൂവ്മെന്റ് എല്ലാം പീക്കിലേക്ക് പോകുന്നു. ഒരു ഗവേണൻസ് ഷിഫ്റ്റ് വരുന്നു ഇന്ത്യയിലേക്ക്. ബ്രിട്ടീഷ് സാമ്രാജ്യം ഇവിടുന്ന് വെച്ച് മാറി ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു? പൂർവാധി ഇന്ത്യ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? ആ അധികാര കൈമാറ്റം എന്ത് ചെയ്യുന്നു? അവിടെ സംഭവിക്കുന്നു. ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ജനതയിലേക്ക് അധികാരം എത്തുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? നാഷണൽ മൂവ്മെന്റിന്റെ ഫേസസ് ആണ്. ഓക്കെ, സോ ഫേസസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറയാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോ നമ്മുടെ UPSC സിലബസിലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട കീവേഡ്സ് ആണ് ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇത് തീരും. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ വെച്ച് കാണാം. സെയിം സിലബസ് ഡീകോഡിംഗ് ആണ് നടക്കുക. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്